ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കേൾക്കുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയോ? നമ്മുടെ റിവിഷന്റെ സമയമാണ് അല്ലേ ഇനി നമുക്കുള്ളത്. നമ്മുടെ മുൻപിൽ ഇനി അധികം സമയമൊന്നുമില്ല. നമ്മുടെ തൊട്ട് മുൻപില് കേറ്ററ്റിന്റെ എക്സാം വന്നെത്തി. അപ്പൊ ഇനി ആദ്യം മുതൽ പഠിക്കാനുള്ള സമയമൊന്നുമില്ല. അല്ലെങ്കിലും ഇനി ആദ്യം മുതൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ പഠിച്ച് പ്രിപ്പയർഡ് ആയി റെഡി ആയിട്ടിരിക്കണേ അല്ലേ എക്സാം എഴുതാൻ? അല്ലേ, റെഡി അല്ലേ എല്ലാവരും? ഇനി നമ്മൾ അവസാനവട്ട റിവിഷന് വേണ്ടി ആദ്യം മുതൽ നമ്മൾ പഠിച്ചതൊന്ന് ഓടിച്ചു നോക്കി പോവാണ്. ഇതിനു മുൻപും നമ്മൾ നടത്തിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് റെഫർ ചെയ്തിട്ട് തന്നെ വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. ഓരോ ക്ലാസ്സിനും അതിൽ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ PYQs ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ക്ലാസ്സുകൾ നടന്നിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ റിവൈസ് ചെയ്യുക. നിങ്ങളുടെ ആപ്പിലുള്ള ക്ലാസ്സുകളും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് ഒന്ന് അവസാനമായിട്ട് റിവിഷൻ ചെയ്തിട്ട് വേണം പോകാൻ. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് മെസ്സേജ് അയച്ചും അല്ലെങ്കിൽ നേരിട്ട് ട്യൂട്ടേഴ്സ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇന്നും വളരെ പ്രധാനപ്പെട്ട ഇതിലെങ്കിൽ ഇതിനു മുൻപ് പരീക്ഷകളിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അതിന് അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരി, എന്നാ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. ആദ്യം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആവട്ടെ അല്ലേ? തഷ്ബീഹിനെ പറ്റിയും മജാസിനെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യുന്ന ശാഖ ഏതാണ്? നഹ്വിലാണോ, ബയാനിലാണോ, മആനിയിലാണോ, ബദിയയിലാണോ? വെരി ഗുഡ്. സ്റ്റുഡൻസ് ഒക്കെ എന്താണ് റെഡി ആയിട്ട് നിൽക്കാണ് അല്ലേ ആൻസർ ചെയ്യാൻ. ഹസീന, മുബഷിറ, AT ആൻസേഴ്സ് വന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബയാനിലെ പെട്ടതാണ് അല്ലേ? ബയാനിലെ പെട്ടതാണ് തഷ്ബീഹും മജാസും. പിന്നെ എന്തൊക്കെയുണ്ട് ബയാനില് വേറെ എന്തൊക്കെയാണ് ഉള്ളത് തഷ്ബീഹും മജാസും അല്ലാതെ? എന്താണുള്ളത് തഷ്ബീഹും മജാസും അല്ലാതെ? പിന്നെ നമുക്ക് കിനായ ഉണ്ട്, പിന്നെയോ ഇസ്തിആറ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഇൽമുൽ ബയാനില്, നമ്മുടെ ഇൽമുൽ ബലാഗയെ നമ്മള് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദീ. അതിലെ ഇൽമുൽ ബയാനില് പെട്ടതാണ് തഷ്ബീഹ്, മജാസ്, കിനായ, ഇസ്തിആറ. അങ്ങനെയാണെങ്കിൽ ഇൽമുൽ മആനിയിൽ എന്തൊക്കെയാണുള്ളത്? അതൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഇൽമുൽ മആനിയിൽ എന്തൊക്കെയുണ്ട്? ഇൽമുൽ മആനിയില് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൽമുൽ മആനി കൈകാര്യം ചെയ്യുന്ന മേഖല എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഇൽമുൽ മആനിയില് പെട്ടതാണ്, ഇൽമുൽ മആനിയിൽ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? ഇങ്ങനെ മിക്കവാറും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഇൽമുൽ മആനിയിലെ കാര്യങ്ങളും ഇൽമുൽ ബദിയിലെ കാര്യങ്ങളും ഒക്കെ തന്നിട്ട് ഇത് ഏത് ശാഖയിലുള്ളതാണ് എന്ന് ചോദിക്കാറുണ്ട്. തഷ്ബീഹ്, കെസർ ഉണ്ട്, പിന്നെയോ ഖബർ ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്? ഈജാസ് ഉണ്ട്, പിന്നെയോ ഖബർ പറഞ്ഞപ്പോ അതിന്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി വരണ്ടേ? ഈജാസ് ഇത്നാബ് ഉണ്ട്. വെരി ഗുഡ്. പിന്നെയോ ഖബറിന്റെ ഒപ്പം തന്നെയുള്ള ആളാരാണ്? മുസാവാത്ത് ഉണ്ട്. ഗുഡ്. ഇൻഷാ ഉണ്ട്. ഗുഡ്. അപ്പോ ഖബർ, ഇൻഷാ, ഈജാസ്, ഇത്നാബ്, മുസാവാത്ത്, കസ്ർ ഒക്കെയുള്ള മേഖലയാണ് ഇൽമുൽ മആനി. ഇനി നമ്മുടെ ഇൽമുൽ ബദിയിലേക്ക് വന്നാലോ? ഇൽമുൽ ബദിയിൽ എന്തൊക്കെയുണ്ട്? ഇൽമുൽ ബദിയിനെ നമ്മൾ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? മുഹ്സനാത്തുൽ ലഫ്ലിയെയും
മുഹ്സനാത്തുൽ മഅനവിയയുമായിട്ട് വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ മിക്കവാറും എക്സാമിന് മുഹ്സനാത്തുൽ ലഫ്ലിയയിൽ പെട്ടത് തന്നിട്ടും അതുപോലെ മുഹ്സനാത്തുൽ മഅനവിയയിൽ തന്നിട്ടും അങ്ങനെ സെപ്പറേറ്റും ചോദിച്ച് കാണാറുണ്ട്. ഇതില് ലഫ്ലിയയിൽ പെട്ടത് തിരഞ്ഞെടുക്കാനും അതുപോലെ മഅനവിയയിൽ പെട്ടത് തിരഞ്ഞെടുക്കാനും ഒക്കെ ആയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ അതും ഒന്ന് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം. മുഹ്സനാത്തുൽ ലഫ്ലിയയില് ഇന്ന കാര്യങ്ങളുണ്ട്, മുഹ്സനാത്തുൽ മഅനവിയയില് ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവാട്ടാ. അപ്പോ നമ്മൾ ചോദിച്ചത് എന്താണ്? ബദിയയില് അല്ലെ, ഇൽമുൽ ബദിയയില് എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മള് ചോദിച്ചത്. ഇൽമുൽ ബദിയയിൽ എന്തൊക്കെയുണ്ട്? ഇതാ ജിനാസ് വന്നു. ജിനാസ് എന്തിലെ പെട്ടതാ? മുഹ്സനാത്ത്. അത് നമുക്ക് മുഹ്സനാത്തുൽ ലഫ്ലിയയിൽ ഉള്ളത് പറയാം. മുഹ്സനാത്തുൽ ലഫ്ലിയയിൽ ഉള്ളതാണ് എന്തൊക്കെ? ഇൽമുൽ ബദിയയിലെ മുഹ്സനാത്തുൽ ലഫ്ലിയയിലെ പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? ലഫ്ലിയ പദാലങ്കാരം, പദത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അത് ഏതൊക്കെയാണ് ലഫ്ലിയയിൽ പെടുന്നത്? ജിനാസ്, ഇഖ്തിബാസ്, സജാൽ. വെരി ഗുഡ്. ജിനാസ്, ഇഖ്തിബാസ്, സജാൽ. ഗുഡ് വെരി ഗുഡ്. ആസിഫ, അജ്മൽ, ഹസീന ഇവരൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ മുഹ്സനാത്തുൽ ലഫ്ലിയയില് പെട്ടതാണ്. എന്നാൽ ഇനി മുഹ്സനാത്തുൽ മഅനവിയയിൽ വരുമ്പോ എന്തൊക്കെയുണ്ട്? ആശയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മഅനവിയ ഏതാ ഉള്ളത്? മുഹ്സനാത്തുൽ മഅനവിയയില് തിബാഖ്. വെരി ഗുഡ്. പിന്നെയോ തിബാഖ് ഉണ്ട്, തൗരിയ ഉണ്ട്, പിന്നെയോ മുക്കാബല ഉണ്ട്. ഗുഡ്. അപ്പോ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കാം. തിബാഖ്, മുക്കാബല, തൗരിയയും ഇതാണ് പൊതുവെ ചോദിക്കാറുള്ളത്. പിന്നെ ഹുസ്നു താലിയിലെ തൗക്കീദ് ദമ്മൊക്കെ റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. എന്നാലും പ്രധാനമായും ഇതൊന്ന് ഓർത്തു വെക്കാം. എന്താണ്? മുഹ്സനാത്തുൽ ലഫ്ലിയയിലെ സജാൽ, ജിനാസ്, ഇഖ്തിബാസും മുഹ്സനാത്തുൽ മഅനവിയയിലെ തിബാഖ്, മുക്കാബല, തൗരിയ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇഖ്താർ അൽ ഖത്ത്. താഴെ കൊടുത്ത ഗ്രൂപ്പിൽ നിന്ന് തെറ്റായതിനെ തിരഞ്ഞെടുക്കാൻ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എപ്പോഴും എക്സാമിന് നിങ്ങൾ പോകുമ്പോഴും ആ ഇഖ്താർ അൽ ഖത്ത് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. എന്ത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്? തെറ്റിനെ തിരഞ്ഞെടുക്കാനാണോ അല്ലെങ്കിൽ ശരിയെ തിരഞ്ഞെടുക്കാനാണോ എന്നൊക്കെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാ, ഒന്ന് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാറിപ്പോകും. അപ്പൊ ഇവിടെ എന്താണ്? ഇൽമുൻ നഹ്വ് അബുൽ അസ്വദ് അദ്വലി, ഇൽമുൽ ബലാഗ അബ്ദുൽ ഖാഹിർ ജർജാനി, ഇൽമുൽ അറൂൽ ഖലീൽ ഇബ്ൻ അഹ്മദ്, ഇൽമുൽ തിബ് ഇബ്നുൽ അറബി. സിമ്പിൾ ആണ്. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി, ഇൽമു തിബ്. ഇബ്നുൽ അറബിയോട് യോജിച്ചു നിൽക്കുന്നതല്ല ഇൽമു തിബ്. പിന്നെ ആരായിട്ടുള്ളതാണ് ഇൽമു തിബ്? ഇൽമു തിബിന്റെ ആ ഒരു സ്വാഹിബായിട്ട് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പിന്നെ വെരി ഗുഡ്, ഇബ്നു സീനയാണ്. ഇബ്നു സീനയാണ് ഇൽമു തിബ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. ഇതിനൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇൽമു തിബും പൊതുവെ പിന്നെ ചോദിക്കാറുള്ളത് മറ്റേ എന്താണ് മാത്തമാറ്റിക്സിന്റെ കാര്യം പൊതുവെ ചോദിക്കാറുണ്ട്. അതാരാ? മാത്തമാറ്റിക്സിന്റെ സ്വാഹിബായിട്ട് അറിയപ്പെടുന്ന ആളാരാ? നമ്മൾ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ ഒരു SCERT ബേസ് ചെയ്തിട്ട് വരുന്ന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇബ്നു സീന. അതിനൊപ്പം തന്നെ ഈ മാത്തമാറ്റിക്സിന്റെ വ്യക്തിയും. അതുപോലെ മിക്കവാറും ചോദിക്കാറുണ്ട് കിതാബുൽ മനാലിർ. അതും ഈ SCERT ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ഒറ്റ പോർഷനിൽ വരുന്ന 4 പേരാണ്. അപ്പൊ ആ പേജിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. അപ്പൊ കിതാബുൽ മനാലിർ ഇബ്നു ഹൈത്തമിന്റേതാണ്. പിന്നെ റിയാലിന്റെ മാത്തമാറ്റിക്സിന്റെ ആരാണ്? ആ പേരെന്തായിരുന്നു? അത് മിക്കപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ജബർ വൽ മുഖാബല, അൽ ജബർ
വൽ മുഖാബല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് ആരെഴുതിയതാ? ലാസ്റ്റ് കഴിഞ്ഞ കേട്ടത് എക്സാമിനായിരുന്നു തോന്നുന്നു ചോദിച്ചിട്ടുണ്ടായി, ജബർ വൽ മുഖാബല. അപ്പോ അത് എന്താണ്? അൽ ജബർ മെയിൻലി നമ്മളിപ്പോ ഈ പറഞ്ഞ ആള് അൽ ഖവാരിസ്മി ആണ്. അൽ ഖവാരിസ്മിയുടെ എന്താണ് ആൽജിബ്രയുടെ ഉപജ്ഞാതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോ അൽ ജബർ, ആ അൽജിബ്രയും കണക്ട് ചെയ്തിട്ട് നിൽക്കുന്ന ബുക്കാണ്. ആ ബുക്ക് അൽ ഖവാരിസ്മിയുടേത് തന്നെയാണ്. ജബർ വൽ മുഖാബല എന്നുള്ള ബുക്ക് അത് ഖവാരിസ്മിയുടേതാണ്. അപ്പോ അൽജിബ്രയുടെ ഉപജ്ഞാതാവ് ആരാണ്? അതാണ് ഞാൻ മാത്തമാറ്റിക്സ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോ അത് ഖവാരിസ്മി ആണ്. അതും ഒന്ന് ഓർത്തു വെക്കാം. പിന്നെ ഇൽമു നഹ്വ് അബുൽ അസ്വദ് ദുഅലി, ഇൽമുൽ ബലാഗ അബ്ദുൽ ഖാഹിർ ജർജാനി, ഇൽമുൽ അറൂൽ ഖലീൽ ഇബ്നു അഹ്മദ്. ഇത് ഓർത്തു വെക്കാം. ഇതും പൊതുവെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കറക്റ്റ് ആൻസർ ഇവിടെ ഇൽമു തിബ് ആണ്. ഇൽമു തിബ് എന്താണ്? ഇബ്നു സീനയോടാണ് ചേർത്ത് വെക്കേണ്ടത്. അടുത്ത ചോദ്യം, ഇന്നകും ലതക്സിറൂന ഇൻദൽ ഫസ്ർ വതഖില്ലൂന ഇൻദ തമർ നൗൽ മുഹ്സനാത്തുൽ ബദിഇയ്യ ഫിൽ മിസാൽ. ഇത് പൊതുവെ മിക്കവാറും പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില്, ബലാഗയുടെ ടെക്സ്റ്റ് ബുക്കില് ഒരു ഉദാഹരണമായിട്ട്, ഒരു അംസിലയായിട്ട് കൊടുത്തിട്ടുള്ളതുമാണ്. ഏതാണ്? തിബാഖ്, തൗരിയ, മുഖാബല, ഇഖ്തിബാസ്. ഏതാ കറക്റ്റ് ആൻസർ? എന്തിന്റെ ഉദാഹരണമാണിത്? സി, മുഖാബലയാണോ? ഓപ്ഷൻ സി, മുഖാബല. ഓപ്ഷൻ സി മുഖാബല തന്നെയാണ് അല്ലെ. ഇന്നകും ലതക്സിറൂന ഇൻദൽ ഫസ്ർ. അതെന്താണ്? എന്താ മുഖാബല കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മുഖാബല ഓപ്പോസിറ്റ് വരലാണ് അല്ലെ. അപ്പൊ മുഖാബലയും തിബാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും, തിബാക്കും മുഖാബലയും രണ്ടും ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. പക്ഷേ തിബാക്കില് ഒരൊറ്റ സെന്റൻസിൽ തന്നെ ഒരു പദവും അതിന്റെ ഓപ്പോസിറ്റും സിംഗിൾ ആയിരിക്കും. ഒരു പദം അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിനെ തിബാക്ക് എന്നും, രണ്ടോ അതിലധികമോ വാക്കുകളും അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിനെ മുഖാബല, വിപരീത പദം അല്ലെ, അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിനെ മുഖാബല എന്നാണ് വിളിക്കുക. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് തിബാക്ക് ആണ് കേട്ടോ. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ എ തിബാക്ക് ആണ് കേട്ടോ. ഓപ്ഷൻ എ തിബാക്ക് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ തിബാക്ക് ആണ് കറക്റ്റ് ആൻസർ. പിന്നെ അതിലുള്ളത് നമ്മള് തിബാക്കും മുഖാബലയും ഇപ്പൊ പറഞ്ഞു. തൗരിയ, തൗരിയ പറഞ്ഞാൽ എന്താ? തൗരിയ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ? തൗരിയ എന്ന് വെച്ചാല് രണ്ടർത്ഥങ്ങളുള്ള ഒരു പദം ഉപയോഗിക്കും. ഒരർത്ഥം എന്താണ്? ഏറ്റവും അടുത്ത അർത്ഥം അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിരിക്കും. എന്നാൽ മറ്റൊരു അർത്ഥം എന്താണ്? കുറച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ കുറച്ച് ബായിദായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു വാക്ക് പറയുമ്പോൾ നമുക്ക് ആദ്യമേ തോന്നാത്ത മറ്റൊരർത്ഥവും ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു എന്താണ് വരികൾ അല്ലെങ്കിൽ എന്തിനാണോ ചോദിച്ചിട്ടുള്ളത് അവിടെ മിക്കവാറും എന്താ അവിടെ വന്നിട്ടുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരാത്ത അർത്ഥമായിരിക്കും. അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചാലും മതി. അതാണ് തൗരിയ. അതിന്റെ എക്സാമ്പിൾ ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്ന് വെച്ചാല് ഒരു വേർഡ് ആയിരിക്കും, ആ വേർഡിന് രണ്ടർത്ഥം ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന ഒരു അർത്ഥം ഉണ്ടാവും. എന്നാൽ ആ അർത്ഥം ആയിരിക്കില്ല അവിടെ പറഞ്ഞിട്ടുണ്ടാവുക. മറിച്ച് വിദൂരമായിട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന അർത്ഥമായിരിക്കും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതാണ് തൗരിയ കൊണ്ട് ഉദ്ദേശം. പിന്നെ ഇനി ഇഖ്തിബാസ് ആണെങ്കിലോ? ഇഖ്തിബാസ് എന്ന് വെച്ചാൽ എന്താ?
ഇക്തിബാസ് ഖുറാനിൽ നിന്നോ ഹദീസിൽ നിന്നോ നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ആർട്ട് വർക്കില് ഇൻക്ലൂഡ് ചെയ്യാം ഖുറാനിലെയോ ഹദീസിലെയോ പദങ്ങൾ. എങ്ങനെ ഇത് ഖുറാനിൽ നിന്ന് എടുക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ഹദീസിൽ നിന്ന് എടുക്കപ്പെട്ടതാണ് എന്നവിടെ മെൻഷൻ ചെയ്യില്ല. ഖുറാനിലുള്ള വാക്ക് അല്ല, അഥവാ ഖുറാനിലോ ഹദീസിലോ ഉള്ള വാക്കുകൾ അതെന്ത് ചെയ്യും, നമ്മള് ഉപയോഗിക്കും. പക്ഷെ അത് മെൻഷൻ ചെയ്യില്ല, ഇവിടെ നിന്ന് എടുത്തതാണ് എന്നൊന്നും പറയില്ല. അല്ലെങ്കിൽ എന്താ, അത് മിക്സ് ചെയ്തിട്ട് ഖുറാനിലെയും ഹദീസിലെയും വാക്കുകൾ മിക്സ് ചെയ്തിട്ട് എഴുതപ്പെടുന്ന സാഹിത്യ രചനകൾക്കല്ല, ആ എടുക്കുന്നതിനാണ് ഇക്തിബാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഹദ്ദദ തിബാഖ് മിൻ ബൈനൽ ഇബാറാത്തി താലിയ. താഴെ കൊടുത്തതില് തിബാഖ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാം. തിബാഖ് ആയിട്ട് വന്നത് ഏതാണ്? ഏതാണെന്ന് നോക്കിയേ. ഓപ്ഷൻ എ ആണെന്ന് ഹസീന പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, അതാണ് കറക്റ്റ് ആൻസർ. തിബാഖ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. തിബാഖ് എന്ന് വെച്ചാല് ഒരു വാക്യത്തിൽ തന്നെ ഒരു വാക്കും അതിന്റെ ഓപ്പോസിറ്റും വരിക. ഇവിടെ ദാ നോക്കിയേ, മൈത്തൻ ഫഅഹ്യൈനാഹു, മൈത്തൻ ഫഅഹ്യൈനാഹു, അത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇനി താഴത്തേതിലൊക്കെ വരാണെങ്കിൽ നോക്കിയേ, അൽ കരീമു വാസിഉൽ മഗ്ഫിറ ദ്വാഖത്തിൽ മാദിറ, അവിടെ ഒന്നിലധികം വന്നു. ഇനി ഇവിടെ ആണെങ്കിലോ ഗളിബൽ ജാഹിൽ ഗളിബൽ ആഖിൽ, അങ്ങനെ രണ്ട് പദങ്ങൾ വന്നു. സ്ക്രീൻ ക്ലിയർ അല്ല. ഇപ്പൊ ഓക്കെ ആണോ? അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാ. ഓപ്ഷൻ എ ആണ്. അവമിൻ കാന മൈതൻ ഫഅഹ്യൈനാഹു, അതാ വരാ. ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഇത് ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അൽ ജുസ്ഉൽ ആഖിർ മിൻ സദരിൽ ബൈത്ത്, ഇതൊരു PYQ ആണ്. യുസമ്മ ജുസ്ഉൽ ആഖിർ, അവസാനത്തെ ജുസ് മിൻ സദറിൽ ബൈത്തി, അതിനെ വിളിക്കുന്ന പേര്. ഒരു ബൈത്തിലെ ഓരോ ഭാഗങ്ങൾക്കും പല പല പേരുകളാണ് അല്ലെ. അറൂല, ഹഷ്വ്, ലൊർബ്, വത്തദ്. ഇതിൽ ഏതാണ് ഒരു ബൈത്തിന്റെ സ്വദർ ആയിട്ടുള്ള ഭാഗത്തിന്റെ അവസാനം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹസീന മാഷാഅല്ലാ, വെരി ഗുഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, മുബഷിറ AT, ഫൗസിയ അഷ്റഫ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അറൂൽ ആണ്. അപ്പൊ ഇതാ സ്ക്രീനിലോട്ട് നോക്കിക്കോ. ഇങ്ങനെയാണ് അല്ലെ രണ്ട് വരി കവിത ഉണ്ടാവുക. മേളിലൊരു വരി ഉണ്ടാവും, താഴത്തൊരു വരി ഉണ്ടാവും. മേളിലെ ഒരു വരി ഉണ്ടാവും, താഴത്തൊരു വരി ഉണ്ടാവും. അപ്പൊ ഈ മേളിലെ വരിയെ വിളിക്കുന്ന പേരെന്താ? ആദ്യത്തെ വരിയെ വിളിക്കുന്ന പേരെന്താ? ആദ്യത്തെ വരിയെ വിളിക്കുന്ന പേര് പറയൂ, വേഗം പറഞ്ഞോ. ആദ്യത്തെ വരിയെ വിളിക്കുന്ന പേരെന്താണ്? അറിയാമോ? സ്വദർ. വരെ സ്വദർ എന്നാണല്ലേ വിളിക്കാം. ആദ്യത്തെ വരിയെ നമ്മള് സ്വദർ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വരിയെ വിളിക്കുന്ന പേരെന്താ? രണ്ടാമത്തെ വരിയെ വിളിക്കുന്നത് അജസ്. വെരി ഗുഡ്, അജസ് എന്നാണല്ലേ വിളിക്കുക. സ്വദർ, അജസ്. ഇനി സ്വദറിന്റെ അവസാനം എന്താണെന്നാ നമ്മൾ പറഞ്ഞേ? അറൂൽ ആണെന്ന് പറഞ്ഞു അല്ലെ.
അറൂൽ ആണ് സ്വദറിന്റെ അവസാനം. അപ്പോ അജിസിന്റെ അവസാനം എന്താ? അജിസിന്റെ അവസാനം എന്താണ്? ലോർബ്. വെരി ഗുഡ്. ലോർബ് എന്നാണ് അജിസിന്റെ അവസാനത്തിനെ വിളിക്കുക. ഇനി ഈ അറൂലും ദൊർബും അല്ലാത്ത ബാക്കി പോർഷൻ ഉണ്ട് അല്ലെ ഇവിടെ. ഈ പോർഷൻ വിളിക്കുന്ന പേരെന്താ? ദൊർബാണെന്ന് പറഞ്ഞു. ഇനി അറൂലും ദൊർബും അല്ലാതെ ബാക്കി അവശേഷിക്കുന്ന പാർട്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഹഷ്വ്. വെരി ഗുഡ്. ഹഷ്വ് അല്ലെ. ഹഷ്വ് എന്നാ വിളിക്കാം. അപ്പോ ഈ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒരു ബൈത്തില് 2 ഭാഗങ്ങളുണ്ട്, പ്രധാനമായും സ്വദറും അജിസും. ഇനി സ്വദറിന്റെ അവസാനത്തിന് വിളിക്കുന്ന പേരാണ് അറൂൽ. അജിസിന്റെ അവസാനത്തിനോ ലൊർബ് എന്നും വിളിക്കും. ഇനി അറൂലും ലൊർബും അല്ലാത്ത ബാക്കി ഭാഗത്തിനെ വിളിക്കുന്നതാണ് ഹഷ്വ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. فهبوا يا بني أمي إلى العلياء بالعلم هذا بيت في بحر. ഏത് ബഹറിലുള്ള കവിതയാണ് താഴെ കൊടുത്തിട്ടുള്ളത്? ഹസ്ജ്, ഹഫീഫ, സരിഅ, മുതദാരിക്. ഹസ്ജ് ഇങ്ങനെയാട്ടാ. ഹസ്ജ് ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഏതാണ് കറക്റ്റ് ആൻസർ? ഹസ്ജ് ആണോ, ഹഫീഫ് ആണോ, സരി ആണോ, മുത്തദാരിക് ആണോ? മുത്തദാരിക് ആണോ? മുത്തദാരിക് ആണോ? ബി ആണോ, ഹഫീഫ് ആണോ? ഞാനൊരു ചെറിയ പൊടിക്കായി പോലെ വേണമെങ്കിൽ പറയുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ല. മിക്കപ്പോഴും എന്റെ കാര്യത്തിൽ ശരിയാവാറുണ്ട്. കാണുമ്പോ ചെറിയ കവിതയാണ് എന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ചെറിയ കവിതയല്ലേ. നമ്മള് മദ്രസയിലും സ്കൂളുകളിലും ഒക്കെ ഒരുപാട് കവിതകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു 2-3 കവിതകൾ ഉണ്ടാകും. അതിലൊക്കെ ഒരു ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ട്യൂൺ ഉണ്ടാകും. മദ്രസയിലും സ്കൂളിലും ഒക്കെ ഉണ്ടായിരുന്നു. അയാ റഹ്മാനു അർഷിദിന എന്ന് പറയുന്ന ഒരു കവിത പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? അയാ റഹ്മാനു അല്ലിംന കിതാബൻ നാഫിഅൻ സിദ്ന എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒക്കെ ഒരു ട്യൂണില്ലേ? അയാ റഹ്മാനു അല്ലിംന. ആ ഒരു ട്യൂൺ മിക്കവാറും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ മദ്രസകളിലൊക്കെ പഠിക്കുന്ന കവിതകൾ ഫോളോ ചെയ്യുന്ന ഒരു ട്യൂണാണത്. അയാ റഹ്മാനു അല്ലിംന കിതാബൻ നാസി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന ഒരു ട്യൂൺ. നിങ്ങള് ഹസ്ജിന്റെ ആ ഒരു തഫായിലുകൾ പഠിച്ചിട്ടുണ്ടോ? അലൽ അഫ്ആലി അലൽ അഹ്സാജി തസ്ഹീലു മഫായിലുൻ മഫായിലുൻ എന്നാ വരാം. അപ്പോ ആ ഒരു ട്യൂണാണ് പൊതുവെ ഈ സ്കൂളിലെ കവിതകളൊക്കെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഹസ്ജ് ആണ്. ഹസ്ജിന്റെ തന്നെയാണ്. ഇതാ അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ട്യൂൺ തന്നെയാണ് ഇവിടെ. മിക്കവാറും കേട്ടിട്ട് ഇങ്ങനെ ചെറിയ പോയങ്ങള് ഈ ഒരു ട്യൂൺ വെച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് ഹസ്ജ് ഓപ്ഷനിൽ ഉണ്ടോ, ഈ ഒരു ട്യൂൺ വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഹസ്ജ് ആയിരിക്കും. മിക്കവാറും കേട്ടിട്ട് വരുന്നതൊക്കെ ചെറിയ കവിതകളാണ് എന്നുണ്ടെങ്കിൽ, ഈ 2 വരി അധികം വാക്കുകളൊന്നും ഇല്ലാത്ത ചെറിയ കവിതകളാണ് വരുന്നത് എങ്കിൽ അത് ഹസ്ജ് ആണ് ആവാറ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹസ്ജ് മാത്രം ഫോക്കസ് ചെയ്ത് പോകാനല്ല,
ബാക്കിയുള്ളതിന്റെ മഫായിൽ എന്താണ് തഫ്ഈലാത്തുകളും പഠിച്ചിട്ട് വേണം പോകാൻ. എന്നാലും ഒരു 75% മിക്കവാറും ഇങ്ങനെ ചെറിയ കവിതകളാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഈ സ്കൂൾ ടെക്സ്റ്റിൽ നിന്നൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പൊ അതെന്താ, അത് ഈ ഹസ്ജ് ബേസ് ചെയ്തിട്ടാണ് വരാറ് കേട്ടാ. അപ്പൊ ഇത് ഹസ്ജിന്റെ തന്നെയാണ്. പിന്നെ അതുപോലെ അഹമ്മദ് ഷൗക്കയുടെ ഒരു കവിത മിക്കവാറും ചോദിക്കാറുണ്ട്, സലാമുന്നീല യാ ഗാന്ധി എന്ന് പറഞ്ഞിട്ട്. ഗാന്ധിയെ വെൽക്കം ചെയ്തുകൊണ്ട് അഹമ്മദ് ഷൗക്കി എഴുതിയിട്ടുള്ള ഒരു കവിതയാണത്. അഹമ്മദ് ഷൗക്കി പാടുന്ന ഒരു കവിതയാണത്. അതുമൊക്കെ ഈ ഹസ്ജ് ഫോളോ ചെയ്തിട്ടുള്ളതാണ്. ആ സലാമുന്നീല യാ ഗാന്ധി ആരെഴുതിയതാണ് എന്നും ഏത് ബഹറിലാണെന്നും നോക്കി ഇതിനു മുൻപുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മിക്കതും ഇതുപോലെ വേറെ ഏതൊക്കെയോ കവിതകളുണ്ട് ഇതുപോലെ ഹസ്ജ് ബേസ്. ഈ അയാ റഹ്മാന് തന്നെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള കവിത എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോ മിക്കവാറും ഒരു 75% നിങ്ങൾക്ക് ഹസ്ജിനെ വിശ്വസിക്കാം. ഹസ്ജ് ബേസ് ചെയ്തിട്ടാ വരാറ്. ഇങ്ങനെ ഇത് വെച്ചിട്ട് ഈ ഒരു ട്യൂൺ വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം, ചേർന്ന് പോകുന്നുണ്ട് എങ്കിൽ അത് ഹസ്ജ് ആയിരിക്കും. അല്ല എങ്കിൽ ബാക്കി തഫ്ഈലാത്തുകൾ വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യാട്ടോ. അപ്പൊ ഇക്കാര്യം ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹസ്ജ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അൽ ബഹർ അല്ലദീ യുസമ്മ ബിഹിമാരി ശുഅറാ. ഹിമാരി ശുഅറാ എന്നറിയപ്പെടുന്ന ബഹർ ഏതാണ്? അറൂവില് എത്രയാണ്? 16 ബഹറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അറൂവയില്. അതില് ഹിമാരി ശുഅറാ എന്നറിയപ്പെടുന്ന ഒരു ബഹർ ഉണ്ട്. കാമിലാണോ, റജിസ് ആണോ, ബസീത്ത് ആണോ, തൊവീൽ ആണോ? യെസ്, വെരി ഗുഡ് അമീന ഷഫീഖ്, കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി, റജിസ് ആണ് അല്ലെ. ഇനി എന്തുകൊണ്ടാണ് റജിസിനെ അങ്ങനെ വിളിക്കുന്നത് എന്നറിയോ? അത് ഏറ്റവും പഴക്കം ചെന്ന ബഹറാണ്. നമ്മൾ ആദ്യത്തെ കവിതകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും അക്ദമുൽ ബഹർ എന്നാണ് റജിസ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കവിത എഴുതാൻ പറ്റുന്ന ഒരു ബഹറാണ് റജിസ്. ആദ്യമായിട്ട് കവിത എഴുതി തുടങ്ങുന്നവർക്ക് വരെ ഈ റജിസില് സിമ്പിൾ ആയിട്ട് കവിത എഴുതാൻ പറ്റും. അതെന്താ വെച്ചാൽ ഇതിനെ പല രീതിയിലേക്ക് നമ്മളിങ്ങനെ തക്കത്തികൾ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, അത് പല രീതിയിൽ റജിസിനെ നമുക്ക് കത്തുകൾ ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഈ റജിസിന് ഹിമാരി ശുഅറാ എന്ന പേര് വരാൻ കാരണം. അപ്പൊ ഇതത്രേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബൈൻ അൽ അലാഖാത്ത് അല്ലതി യശ്തമിലു അലൈഹ അൽ മജാസ്. താഴെ കൊടുത്ത ആ ഒരു വാക്യത്തില് കണ്ടെയ്ൻ ചെയ്യുന്ന അലാഖത്ത്, നമ്മൾ മജാസ് പഠിച്ചിട്ടുണ്ട് ചില അലാഖത്തുകൾ അല്ലെ. ആ അലാഖത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഷെരിബ്തു മാഅൻ നൈലി, ഷെരിബ്തു മാഅൻ നൈലി, ഇവിടെ അടങ്ങിയിട്ടുള്ള അലാഖത്ത്, മജാസിന്റെ അലാഖത്ത് ഏതാണ് എന്നാണ് ചോദ്യം. ഇഅ്തിബാറു മാ യകൂനു അൽ മുസബ്ബബിയ, കുല്ലിയ, ഹാലിയ, ഏതാണ്? ഏതാണ്? എന്ത് പറഞ്ഞേ? ഏതാണ്? ബി, മുസബ്ബബിയാണോ? ശരി, നമ്മൾ മജാസ് പഠിച്ചതല്ലേ? മജാസുൽ മുർസല, മജാസുൽ അഖ്ലി, മജാസുൽ ലുഗവി ഒക്കെ പഠിച്ചതാണ് അല്ലേ? അപ്പോ ആ മജാസിന്റെ കേസില് നമ്മൾ 8 അലാഖത്തുകൾ പഠിക്കുന്നുണ്ട്. ഓരോന്നും അതിന്റെ എക്സാമ്പിൾ അടക്കം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ താഴെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ബലാഗയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ തന്നെയാണ്.
ഓപ്ഷൻ ബി മുസബ്ബബിയാണോ? അതിലിപ്പോ ഇവിടെ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇഅ്തിബാറു, മാ യകൂനു, മുസബ്ബബിയ, കുല്ലിയ, ഹാലിയ. യെസ്, ഹസീന പറഞ്ഞു ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. കുല്ലിയാണ്. എന്താ വെച്ചാല് ആ ഒരു വാക്യം നോക്കിയേ, ശരിബത്തു മാഅൻ നൈലി, ഞാൻ നൈലിലെ വെള്ളം കുടിച്ചു. അപ്പോ ഒരാൾ പറയാണ് ഞാൻ നൈലിലെ വെള്ളം കുടിച്ചു. നൈലിലെ വെള്ളം കുടിച്ചു എന്ന് പറയുമ്പോ അവിടെ എന്താണ്? നൈലില് നമുക്കറിയാം ഇച്ചിരി വെള്ളമാണോ? അല്ല, ഒരുപാട് വെള്ളം ഉണ്ട് അല്ലെ. നൈലിലെ വെള്ളം കുടിച്ചു എന്ന് പറയുമ്പോ ആ ഒരുപാട് വെള്ളവും ഈ പറഞ്ഞ ആള് കുടിച്ചിട്ടുണ്ടാവോ? ഇല്ല, മറിച്ച് അതിലെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് കുടിച്ചിട്ടുണ്ടാവുക. എന്നാലോ അവിടെ പറഞ്ഞത് എന്താണ്? നൈലിലെ വെള്ളം കുടിച്ചു എന്നാ പറഞ്ഞത്. അല്ലാതെ നൈലിലെ കുറച്ച് വെള്ളം കുടിച്ചു എന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നൈലിലെ വെള്ളം കുടിച്ചു എന്നാ പറഞ്ഞത്. അപ്പോ എന്താണ്? മുഴുവനായിട്ടുള്ളത്, കുല്ലിയായിട്ടുള്ളത് അവിടെ പറഞ്ഞു. എന്നാൽ അവിടെ എന്താണ് ഉദ്ദേശം? എന്താണ്? ജുസ് ആണ്. ആ നൈലിലെ ചെറിയ ഒരു ജുസ് മാത്രമാണ് ഉദ്ദേശം. അപ്പോ ഇവിടത്തെ അലാഖത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് കുല്ലിയാണ്. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? കുല്ലിയാണ്. മുഴുവനായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ആ മുഴുവനായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അവിടത്തെ അലാഖത്ത്. അപ്പൊ ഇവിടത്തെ അലാഖത്ത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കുല്ലിയത്താണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു അലാഖത്തുകൾ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. എല്ലാം ഞാൻ പറയുന്നില്ല, 8 അലാഖത്തുകൾ നമുക്ക് ടോട്ടൽ ഉണ്ട്. അതിപ്പോ എല്ലാം ഞാനിവിടെ പറയുന്നില്ല, നമ്മുടെ സമയപരിമിതി മൂലം. ഇതിൽ കൊടുത്തിട്ടുള്ള 4 എണ്ണം ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് തരാം. ബാക്കിയുള്ള 4 എണ്ണത്തിനെ പറ്റി നമ്മുടെ ക്ലാസ്സിലുണ്ടല്ലോ, ആ ക്ലാസ് ഒന്ന് ചെക്ക് ചെയ്താലും മതി. നിങ്ങളുടെ ആൻസേഴ്സ് കുറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ അപ്പൊ ആൻസർ തന്നുകൊണ്ടിരുന്നവര് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ ആൻസേഴ്സ് കുറഞ്ഞതിന്റെ പേരിലാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റത്തേത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇഅ്തിബാറു മാ യകൂനു, എന്താണ്? ഭാവിയില് വരാനിരിക്കുന്നതിനെ, അതാണ് അവിടുത്തെ അലാഖത്ത്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോ പറയുകയാണെങ്കിൽ എന്താണ്? ഖുറാനിൽ ഒരു ആയത്തുണ്ട്. ഇതൊക്കെ നമ്മുടെ ആ ക്ലാസ്സിൽ തന്നെ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബലാഗയുടെ ടെക്സ്റ്റിൽ തന്നെ പറയുന്ന ഉദാഹരണങ്ങളാണ്. പൊതുവെ പരീക്ഷകളിൽ PSC പോലെയുള്ള കേട്ടിട്ട് പോലെയുള്ള പരീക്ഷകളിൽ മിക്കവാറും ചോദിക്കുന്നത് നമ്മുടെ ഈ ബലാഗയിലെ എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇടാറ്. ഒരു എന്താ 90% അങ്ങനത്തെ ആ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് തന്നെ നിങ്ങൾക്ക് തന്നിട്ട് ഇത് എന്തിന്റെ ഉദാഹരണമാണ് എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോ ആ ഒരു എക്സാമ്പിൾസിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മിക്കവാറും വല്ലപ്പോഴും മാത്രമേ പുറത്തുനിന്ന് ഒരു സെന്റൻസ് തന്നിട്ട് ഇത് എന്തിന്റെ ഉദാഹരണമാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു 90% ടെക്സ്റ്റ് ബുക്കിലെ അതേ എക്സാമ്പിൾസ് തന്നിട്ട്, ബലാഗത്തുൽ വാളിഹ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടല്ലോ, അതേ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് തന്നിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലെ അതേ എക്സാമ്പിൾസ് തന്നിട്ട് എന്തിന്റെ ഉദാഹരണമാണ് എന്നാണ് ചോദിക്കല്. അപ്പോ ഇഅ്തിബാറു മാ യകൂനു ആണ് നമ്മളിനി പറയുന്നത്, ഭാവിയിലാകാനിരിക്കുന്നത്. അതെന്താണ്? വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, നൂഹ് നബിയുടെ ഒരു പ്രാർത്ഥനയാണത്. നൂഹ് നബി പറയുന്ന ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. വലാ യലിദു എന്താണ്? അവരിൽ നിന്ന് ജനിക്കുകയില്ല, ഇല്ലാ ഫാജിറൻ കഫാറ, തോന്നിവാസികളും ദുർനടപ്പുകാരും അല്ലാതെ അവരിൽ നിന്ന് ജനിക്കില്ല എന്ന് പറയുന്ന ഖുറാനിലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണത്. ഇവിടെ ശരിക്കും എന്താണ്? നമ്മൾ ആ ഒരു വാക്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് തോന്നിവാസികളും ദുർനടപ്പുകാരും അല്ലാതെ ജനിക്കുകയില്ല. ശരിക്കും ഒരു കുട്ടി ജനിക്കുന്നത് തോന്നിവാസിയായിട്ടോ ദുർനടപ്പുകാരനായിട്ടോ അല്ലെങ്കിൽ ചീത്ത വ്യക്തികളായിട്ട് ആരും തന്നെ ജനിക്കുന്നില്ല. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലേ, എന്താ? കുല്ലു മൗലൂദുൻ അലൽ ഫിത്രത്ത് എന്നാ പറയുന്നത്. അഥവാ എന്താണ്? ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്നാണ്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? തോന്നിവാസികളോ ഇല്ലാതെ ജനിക്കില്ല എന്ന് പറയുമ്പോ അതെന്താണ്? ഭാവിയില് ഈ ഫിത്രത്തിൽ ജനിക്കുന്ന, ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് പിന്നീട് എന്താവുന്നത്? അവരുടെ സാഹചര്യം, അവരുടെ ചുറ്റുപാടും ഒക്കെ അനുസരിച്ച് നല്ലതും ചീത്തതും ആവുന്നത്. അപ്പോ ഇവിടെ ഈ ഒരു ആയത്തില് വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ എന്ന് പറയുന്നത് ജനിക്കുമ്പോ തന്നെ അവർ അങ്ങനെ ആകുന്ന അവസ്ഥയല്ല പറയുന്നത്, മറിച്ച് അവര് ജനിച്ച് വളർന്ന് വലുതായി ഒക്കെ വരുമ്പോ ഇങ്ങനെ മോശമായ രീതിയിലേക്ക് അവര് പോകുള്ളൂ. നൂഹ് നബി തന്റെ സമൂഹത്തിനെതിരെ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്, തന്റെ ആ ഒരു സമുദായത്തിനെതിരെ പറയുന്ന പ്രാർത്ഥനയാണ്. അപ്പോ ഇവിടെ എന്താണ്? ഭാവിയിൽ ആകാനിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. എന്നാൽ ഉദ്ദേശം എന്താണ്? പ്രസന്റ് സിറ്റുവേഷൻ ആണ് നൂഹ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് ഇഅ്തിബാറു മാ യകൂനയുടെ
എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മായക്കൂനു ക്ലിയർ അല്ലേ? പിന്നീട് വരുന്നതാണ് ഓപ്ഷൻ ബിയിൽ കൊടുത്ത മുസബ്ബബിയ. മുസബ്ബബിയ കൊണ്ട് എന്താണ് ഉദ്ദേശം? മുസബ്ബബിയ എന്ന് വെച്ചാല് ഒരു കാര്യം പറയും, അല്ലെങ്കിൽ ഒരു കാരണം, ഒരു കാര്യം കൊണ്ട് ഉണ്ടാവുന്ന റിസൾട്ട് പറയും, എന്നാൽ അതിന്റെ ആ ഒരു കാര്യമാണ് ഉദ്ദേശം, അഥവാ ആ ഒരു കാരണമാണ് ഉദ്ദേശം. ഫോർ എക്സാമ്പിൾ എന്താണ് ഖുറാനിലുള്ള പറയുന്നുണ്ട്, ആകാശത്ത് നിന്നും നിങ്ങൾക്ക് നാം എന്ത് ഇറക്കി തന്നു? ഉപജീവനം ഇറക്കി തന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും അത് ആകാശത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റിസ്ക് ഇറക്കി തരാണോ ചെയ്യുന്നത്? അല്ല, മറിച്ച് റിസ്കിന് വേണ്ട റീസൺസ്, കാരണങ്ങളാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് അല്ലെ? എന്താണ്? മഴ വർഷിപ്പിച്ചുകൊണ്ട്. അപ്പോ ആ ഒരു മഴയാണ് അവിടെ ഉദ്ദേശം. ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് നാം മഴ ഇറക്കി തന്നു എന്നാണ് ഉദ്ദേശം. പക്ഷെ അവിടെ പറഞ്ഞത് എന്താണ്? ആ മഴ കാരണം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മഴയുടെ റിസൾട്ട് ആയിട്ടുള്ള റിസ്ക്, മഴ വഴി നമുക്ക് കിട്ടുന്ന ഉപജീവനമാണ് അവിടെ പറഞ്ഞത്, റിസ്ക് എന്നാ പറഞ്ഞത്. എന്നാൽ ആകാശത്ത് നിന്ന് ശരിക്കും ഇറങ്ങുന്നത് എന്താണ്? മഴയാണ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഉണ്ടാകുന്ന റിസൾട്ട് ആണ് പറയുന്നത്, എന്നാൽ ആ കാരണത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് വയൻസിലുലക്കും മിനസ്സമായി റിസ്കൻ. ആ ഒരു ഓരോന്നും എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഈ ഒരു കാര്യമല്ല, വേറെ ഏതൊരു സെന്റൻസ് തന്നാലും ഈ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി അവസാനത്തേത് ഹാലിയ. ഹാലിയ എന്ന് വെച്ചാല് അവസ്ഥ. അതിനൊരു ഉദാഹരണം പറയാനുള്ളത്, തീർച്ചയായും സുഹൃതന്മാർ എന്താണ്? നഈമിലായിരിക്കും, അഥവാ എന്താണ്? നല്ല ഒരു അവസ്ഥയിലായിരിക്കും. ശരിക്കും അവിടെ എന്താണ്? അവസ്ഥയാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും അവിടെ ഉദ്ദേശം മക്കാനാണ്, സ്ഥലമാണ് ഉദ്ദേശം. തീർച്ചയായും സുഹൃതന്മാർ നല്ല അവസ്ഥയിലായിരിക്കും എന്നതിന് ഉദ്ദേശം അവര് നല്ല സ്ഥലത്ത്, അഥവാ സ്വർഗത്തിലായിരിക്കും എന്നാണ് ഉദ്ദേശം. പക്ഷെ അവിടെ പറഞ്ഞത് ആ ഒരു ഹാലാണ് അവിടെ പറഞ്ഞത്, എന്നാൽ ഉദ്ദേശം സ്ഥലമാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 4 അലാഖത്തുകളാണ് പരിചയപ്പെട്ടത്. ഇനിയും ഒരു 4 അലാഖത്തുകൾ കൊണ്ട് സിമ്പിൾ ആണ്, കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടിട്ട് ഇത് മനസ്സിലായില്ല എന്നാണെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ, നമ്മുടെ ലൈവ് ഒക്കെ കഴിയുമ്പോൾ, നിങ്ങൾക്ക് ഇനി ഒരു 2-3 ഡേയ്സ് നമ്മുടെ മുൻപിലില്ലേ, നിങ്ങൾ ആ ഒരു മജാസിന്റെ ക്ലാസ് ഒന്ന് റീചെക്ക് ചെയ്യാം. അപ്പോ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവും. എന്നിട്ടും ഡൗട്ട് ക്ലിയർ ആവുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നമ്മളായിട്ട് കണക്ട് ചെയ്യാം, മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ, എങ്ങനെയാന്ന് വെച്ചാൽ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണിത്, ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യവുമാണ്. അപ്പൊ ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അയ്യൻ മുഅല്ലഫു ദീവാനി ഷലായ വരിമാദ്. ഷലായ വരിമാദ് ആരുടേതാണ്? ഫദ്വ തോക്കാൻ, നാസിഖുൽ മലായിക, സമീഹുൽ ഖാസിം, ഇല്യാസ് അബൂ ഷബ്ക. ആരുടേതാ? ബി. വെരി ഗുഡ്. നാസിഖുൽ മലായികയുടേതാണ് അല്ലെ? നാസിഖുൽ മലായികയുടെ ഷലായ വരിമാദ്. ഷലായ വരിമാദ് നാസിഖുൽ മലായികയുടെ രണ്ടാമത്തെ ദീവാനാണ്. ദീവാനുസാനി ലിഷായിറത്തിൽ ഇറാഖിയ. ഏത് നാട്ടുകാരിയാണ് അത്? പ്രധാനമായിട്ടും നോട്ട് ചെയ്യുക. മിക്കവാറും പരീക്ഷകൾ ഓരോ ഓതേഴ്സിനെ തന്നിട്ട് അവരുടെ വത്തൻ അല്ലെങ്കിൽ അവരുടെ ജിൻസിയത്തിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോ നാസിഖ് മലായിക ഇറാഖിയാണ്. നാസിഖുൽ മലായിക ഷായിറത്തുൻ ഇറാഖിയ. അവരുടെ രണ്ടാമത്തെ കവിതയാണ്, കവിതാ സമാഹാരമാണ് ഷലായ വരിമാദ് എന്ന് പറയുന്നത്. 1949 അത് പബ്ലിഷ് ചെയ്യുന്നത്. അതൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ് വർഷമൊക്കെ. പിന്നെ
പിന്നെ എന്താണ് നമ്മുടെ ഷിഅറുൽ ഹുറിന്റെ കാര്യം, അതിന് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കവിതയാണ് ഷലായ വരിമാദ് എന്ന് പറയുന്നത് കേട്ടാ. ഷിഅറുൽ ഹുറിന്റെ മെയിൻ ആയിട്ടുള്ള സ്വാഹിബയാണ് നമ്മുടെ നാസിക്കുൽ മലായിക്ക. ഒരു ഫ്രീ വേഴ്സ് നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ ഈ ഒരു കവിതയല്ല, സ്റ്റാർട്ടിങ് നമുക്കറിയാം കോളറയാണ്. നാസിക്കുൽ മലായിക്കയുടെ തന്നെ ആദ്യത്തെ കവിതാ സമാഹാരമായ കോളറയാണ് ഷിഅറുൽ ഹുറിന്റെ സ്റ്റാർട്ടിങ്. ഇത് രണ്ടാമത്തേതാണ് കേട്ടോ അവരുടെ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അൽ ഇബ്തിദാഉ ബിദിക്രിൽ അത്ലാൽ വദ്ദിയാർ മിൻ മുമയ്യിസാത്തി ശിഅർ. ഇത് ഈ പറഞ്ഞ ആ ഒരു വാചകം ഇബ്തിദാ ബിദിക്രിൽ അത്ലാൽ വദ്ദിയാർ ഏത് കാലഘട്ടത്തിലെ കവിതയുടെ പ്രത്യേകതയായിട്ടാണ് അറിയപ്പെടുന്നത്? ഇസ്ലാമി, ജാഹിലി, അമവി, അബ്ബാസി. ഏതൊരു കാലഘട്ടത്തിലെ കവിതയ്ക്കാണ് ഈ ഒരു പ്രത്യേകതയുള്ളത്? വെരി ഗുഡ്. അൻസാരി കരുനാഗപ്പള്ളി. ഓപ്ഷൻ ബി ജാഹിലിയാണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം അല്ലെ, നമ്മുടെ ജാഹിലി കാലഘട്ടത്തിലെ തന്നെ വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ അമീറു ഷുഅറാഉ ഫിൽ ജാഹിലി എന്നറിയപ്പെടുന്ന ഇമ്രിയുൽ കൈസ് ആണ് ഈ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്നത്. അഥവാ എന്താണ്, പൊട്ടിപ്പൊളിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങൾക്കൊക്കെ അടുത്ത് വന്നു നിന്ന്, തന്റെ കാമുകിയൊക്കെ പണ്ട് താമസിച്ചിരുന്ന സ്ഥലമൊക്കെ ആയിരിക്കും, അവിടെ വന്നു നിന്ന് അതിനെ വർണ്ണിച്ചുകൊണ്ട് കവിത എഴുതല് ഇമ്രിയുൽ കൈസാണ് അതിന് ആരംഭം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ജാഹിലി കാലഘട്ടത്തിലെ കവിതയുടെ മുമയ്യിസാത്തായിട്ട് സ്പെഷ്യാലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ലിമാദാ തുഇദ്ദു അൽ ഹൻസ മിന ശുഅറാഇൽ മുഖ്ലറമീൻ. എന്തുകൊണ്ടാണ് ഹൻസനെ ശുഅറാഉൽ മുഖ്ലറമീൻ ആയിട്ട് കണക്കാക്കുന്നത്? ലിഅന്നഹാ അദ്റകത അസ്റുൽ ഇസ്ലാമി വൽ അമവി, ലിഅന്നഹാ ആശത് ഫിൽ ജാഹിലിയ ثم أدركت الإسلام, لأنها كانت الشعر في الإسلام, لأنها عاشت في الجاهلية مع أخويها صخر ومعاوية. എന്തുകൊണ്ടാണ്? ഇസ്ലാമിലും അമവിയിലും ജീവിച്ചത് കൊണ്ടാണോ? ആസിഫ അജ്മൽ മുബഷിറ ATB. യെസ്, വെരി ഗുഡ്. ലിഅന്നഹ ആശത് ഫിൽ ജാഹിലിയ സുമ്മ അദ്റകത് ഇസ്ലാം. എന്താണ്, അവര് ജാഹിലി കാലഘട്ടത്തിലും ജീവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാം വന്നപ്പോൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ രണ്ട് കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ആളാണ് നമ്മുടെ ഹൻസ എന്ന് പറയുന്നത്. ഈ മുഖ്ലറമീൻ കവികളിൽ മറ്റ് 3 പേര് കൂടിയുള്ളേ. പ്രധാനമായും ഷുഅറാഉൽ മുഖ്ലറമീൻ എന്നറിയപ്പെടുന്നത് 4 ആളുകളാണ്. അതിൽ ഹൻസ ഉണ്ട്. പിന്നെ ആരൊക്കെയാണുള്ളത്? പിന്നെ ആരൊക്കെയാണുള്ളത്? പറഞ്ഞേ. പിന്നെയുള്ളത് ഹൻസാന കൂടാതെ പിന്നെയുള്ളത് ആരൊക്കെയാണ്? ഹസ്സാൻ ഇബ്നു സാബിത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് ഉണ്ട്. പിന്നെ പോരട്ടെ, ആസിഫ അജ്മൽ, അൻസാരി കരുനാഗപ്പള്ളി ഒക്കെ പറഞ്ഞതുപോലെ ഹസ്സാൻ ഉണ്ട്. ഹസ്സാനിനെ കൂടാതെയുള്ള 2 പേര് ആരൊക്കെയാണ്? ഹുത്തയ്യ ഉണ്ട്. ഗുഡ്, ഹുത്തയ്യ ഉണ്ട്. ഒരാൾ കൂടി ഉണ്ടല്ലോ, കഅബ് ബിൻ സുഹൈർ. വെരി ഗുഡ്. അപ്പോ ഇവര് 4 പേരുമാണ് പ്രധാനമായിട്ടും മുഖ്ലറമി കവികളായിട്ട് അറിയപ്പെടുന്നത്. ഹൻസ, ഹസ്സാൻ ഇബ്നു സാബിത്ത്, കഅബ് ബിൻ സുഹൈർ, അതുപോലെ തന്നെ ഹുത്തയ്യ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തഅരീഫുൽ മഖാമ മിനൽ ആതിയ.
താഴെ കൊടുത്തതില് മക്കാമയുടെ കൃത്യമായിട്ടുള്ള താരീഫ് ഏതാണ്? ഖിസ്സത്തുൻ കസീറ മുസഹ്രിഫത്തൻ ബിൽ അഖ്വാൽ, ഹികായത്തുൻ കസീറ തശ്മിലു അലാ ഹാദിസത്തിൻ തവീല, ഹികായ കസീറ തദൂറു ഹൗല ബത്ലിൻ വറാവിൻ, ഖിസ്സ ഫി ജൽസത്തിൻ വാഹിദ ബി അഷ്ഖാസിൻ കസീറ. വളരെ കറക്റ്റ് ആയത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. വളരെ കറക്റ്റ് ആയതെന്ന് പറഞ്ഞാല് ഇതിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും മക്കാമയോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. ഇതിലൊന്നും എന്താണ് തെറ്റായതില്ല, എല്ലാം കറക്റ്റ്, എല്ലാം ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാലും പ്രധാനമായിട്ടും നമ്മളോട് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാല് യെസ്, മുഹസിന ഹുസൈൻ പറഞ്ഞതുപോലെ ഓപ്ഷൻ സി ആണ്, ഹിക്കായ കസീറ. ചെറിയ ചെറിയ കഥകളാണ്, നരേഷൻസ് ആണ്. തദൂറു ഹൗല ബത്തുലിൻ വറാവിൻ, ഒരു ബത്തിലും റാവിയിലും ചുരുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ റിവോൾവ് ചെയ്തിട്ട് നിൽക്കുന്ന ചെറിയ ചെറിയ കഥകൾക്കാണ് മക്കാമത്ത് എന്ന് പറയുന്നത്. ഇനി മക്കാമത്ത് ഏത് കാലഘട്ടത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്? ഏത് കാലഘട്ടത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് കാലഘട്ടത്തിലാ? അമവിയയിലാണോ? അമവിയല്ലോ, നമ്മുടെ ബദിയഉസ്സമാനുൽ ഹമദാനിയും ഹരീരിയും ഒക്കെയാണ് തുടങ്ങുന്നത് മക്കാമത്ത്. അവര് അമവിയിലുള്ളതാണോ? അബ്ബാസിയിലാണ്. ഗുഡ്. അബ്ബാസി കാലഘട്ടത്തിലാണ് മക്കാമത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ബദിയഉസ്സമാനുൽ ഹമദാനിയാണ് തുടക്കം കുറിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബദിയഉസ്സമാനുൽ ഹമദാനിയുടെ റാവിയുടെ പേരെന്താണ്? ബദിയഉസ്സമാൻ അൽ ഹമദാനിയുടെ റാവിയുടെ പേരെന്താണ്? ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആകെ പ്രധാനമായിട്ടും ബദിയഉസ്സമാൻ അൽ ഹമദാനിയും അതുപോലെ ഹരീരിയുമാണ് മക്കാമത്തായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ രണ്ടുപേരുടെയും റാവിയെയും ബത്തലിനെയും മാറി മാറി മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോ ആരാണ് ബദിയഉസ്സമാൻ അൽ ഹമദാനിയുടെ റാവി എന്ന് പറയുന്നത്? അബ്ബാസി കാലഘട്ടത്തിലാണ്. യെസ്, ഈസ ഇബ്നു ഹിഷാം. വെരി ഗുഡ് മുഹ്സിന ഹുസൈൻ. അപ്പോ ബത്തുൽ ആരാണ്? ബത്തുലായിട്ട് അറിയപ്പെടുന്നത് അബുൽ ഫതഹ് അൽ ഇസ്കന്ദരി. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇനി ഹരീരിയുടെ കാര്യം നോക്കാം. ഹരീരിയുടെ റാവി ആരാണ്? ഹരീരിയുടെ റാവി ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ഹാരിസ് ഇബ്ൻ ഹമാം. ബത്തുലോ? ബത്തുൽ ആരാണ്? വെരി ഗുഡ് മുഹ്സിന ഹുസൈൻ. ഹാരിസ് ബിൻ ഹമാം ആണ് ബത്തുലായിട്ട് അറിയപ്പെടുന്നത്. അബൂ സെയ്ദ് അസ്സറൂജി. വെരി ഗുഡ് മുഹ്സിന ഹുസൈൻ. ഗുഡ് ഗുഡ്. അപ്പോ എന്താണ്, ഈ 4 പേരുടെയും കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബദിയഉസ്സമാൻ അൽ ഹമദാനിയുടെ റാവി ഈസ ഇബ്നു ഹിഷാം, ബത്തുൽ അബുൽ ഫതഹ് അൽ ഇസ്കന്ദരി. ഇനി ഹരീരിയുടെ റാവി ഹാരിസ് ഇബ്ൻ ഹമാമും ബത്തുൽ അബൂ സെയ്ദ് അസ്സറൂജിയുമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഖാലൽ അസ്മായി. ഇനി അസ്മായി ആരെയോ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്ന ശഅറുഹു കസാഹത്തിൽ മുലൂക് യഖൗ ഫീഹാ അൽ ജൗഹർ വദ്ദഹബ് വത്തുറാബ് വന്നവാ.
ഷിയറുമൻ, ആരുടെ കവിതയെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്? യഖൗ ഫിഹാൽ ജൗഹർ, എന്താണ്? ജൗഹർ ഉണ്ടാവും, കവിഴ ഉണ്ടാവും, ദഹബ് സ്വർണ്ണ ഉണ്ടാവും, തുറാബ് വന്നവ, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന ആരുടെ കവിതയെ പറ്റിയാണ് അങ്ങനെ പറഞ്ഞത്? അസ്മായി. ബുഖ്തരിയുടെ കവിതയെ പറ്റിയാണോ? ബി, അബൂനുവാസിന്റെ കവിതയെ പറ്റിയാണോ? ആരുടെ കവിതയെ പറ്റിയാണോ? ഇവരെ ആരെയും പറ്റിയല്ല കേട്ടോ. എ, യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ എ, അബുൽ അത്താഹിയുടെ കവിതയെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അബുൽ അത്താഹിയെ പറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? അബു ഇസ്ഹാഖ് ഇസ്മായിൽ ഇബ്ൻ ഖാസിം. എവിടെയാണ് ഇദ്ദേഹം ജനിക്കുന്നത്? ഐനുത്തമ്രിലാണ് അബുൽ അത്താഹിയുടെ ജനന സ്ഥലം. ഫുൾ നെയിം അബുൽ ഇസ്ഹാഖ് ഇസ്മായിൽ ഇബ്നു ഖാസിം. പിന്നെ അബുൽ അത്താഹിയുമായിട്ട് ഒരുപാട് മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ളതാണ് സുഹ്ദിയാത്ത്, വിരക്തിയുടെ കവിതകൾ. സുഹ്ദിയാത്തിന് ആരംഭം കുറിക്കുന്നത് അബുൽ അത്താഹിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൗലൂഉൽ കിതാബിൽ ഖലായ അശ്ശഅർ അൽ മുആസിർ, ഖലായ അശ്ശഅർ അൽ മുആസിർ കൈകാര്യം ചെയ്യുന്ന വിഷയം, നാസിക് മലായികയുടെ ഖലായ അശ്ശഅർ അൽ മുആസിർ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്താണ്? അൽ ഖസായിദുൽ അറബിയ വമാ യതഅല്ലഖു ബിഹാ, അശ്ശഅറുൽ ഹുർ വമാ യതഅല്ലഖ്, അശ്ശഅറുൽ ഇറാഖി തതവ്വുറുഹു വനശ്അതുഹു, അൽ ഖലായ അൽ ജദീദ ഫി അശ്ശഅരി മിസ്ല അശ്ശഅറുൽ മുർസൽ. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അശ്ശഅറുൽ ഹുർ വമാ യതഅല്ലഖ്. അശ്ശഅറുൽ ഹുറിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നാസിക് മലായികയുമായി കണക്ട് ചെയ്തിട്ട്. അപ്പോ ഈ ഒരു പുസ്തകവും കൈകാര്യം ചെയ്യുന്നത് അശ്ശഅറുൽ ഹുറിനെ പറ്റിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക. ബദഅത് ഫിക്റത്തു റാബിതത്തുൽ ഖലമിയ ആം 1916 في برازيل. بدأت فكرة الرابطة عام 1916 رسميا في نيويورك. بدأت فكرة الرابطة عام 1920 في نيويورك غير رسم. تأسست الرابطة القلمية رسميا عام 1920 في نيويورك. ഏതാണ് കറക്റ്റ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? സി, ഒയ്റു റസ്മ 1920, അങ്ങനെയാണോ? ഡി ആണ്. വെരി ഗുഡ് ഹസീന. ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. എന്നുവെച്ചാൽ 1920 ന്യൂയോർക്കിൽ ഒഫീഷ്യൽ ആയിട്ട് തന്നെയാണ് അത് ആരംഭിക്കുന്നത്. അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി റാബിത്തത്തുൽ ഖലമിയ സ്ഥാപിച്ചത് ആരായിരുന്നു? നമ്മുടെ ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ ആണ് അല്ലെ സ്റ്റാർട്ട് ചെയ്തത്. റാബിത്തത്തുൽ ഖലമിയ എന്ന് വെച്ചാല് നമുക്കറിയാം മിഹ്ജരി സാഹിത്യകാരന്മാരുടെ അറബ് നാടുകളിൽ നിന്നും പല സാഹചര്യങ്ങൾ മൂലം അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നോർത്ത് അമേരിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും പലായനം ചെയ്യപ്പെട്ട സാഹിത്യകാരന്മാരെയാണ് നമ്മൾ മിഹ്ജരി സാഹിത്യകാരന്മാരെന്ന് പറയുന്നത്. അതിൽ തന്നെ നോർത്ത് അമേരിക്കയിൽ താമസിച്ചവരുണ്ട്, സൗത്ത് അമേരിക്കയിൽ താമസിച്ചവരുണ്ട്. രണ്ടും രണ്ട് ഗ്രൂപ്പാണ്. നോർത്ത് അമേരിക്കയിൽ താമസിച്ചവർ അഥവാ മിഹ്ജർ അഷ്-ഷിമാലിയിൽ താമസിച്ചവരാണ് എന്ത് റാബിത്തത്തുൽ ഖലമിയ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അവരിൽ പെട്ടതാണ് ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ ഒക്കെ. 1920 സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാട്ടോ. ജിബ്രാൻ ആണ് സ്ഥാപിച്ചത് അല്ലേ? അടുത്ത ചോദ്യം, അൽ മൗലൂഉൽ ഹാം ഫിൽ കിതാബി ഡാഷ്. ഏതൊരു പുസ്തകം പ്രധാനമായും കൈകാര്യം ചെയ്ത വിഷയത്തെ പറ്റിയാണ് പറയുന്നത്? ശാലിയം, ചാലിയം കോട്ട വിജയിച്ചെടുത്തതിനെ പറ്റിയാണ് പറയുന്നത്. അല്ലദീ ശിയ്യദഹൽ ബുർത്തുവാലിയൂൻ അലാ ഐദി ജുനൂദി സാമൂദിരി വഹാദൽ കിതാബ് മിൻ നൗഇ അദബിൽ മുഖാവമ. പ്രതിരോധ സാഹിത്യത്തിൽ പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇനത്തിൽ പെടുന്ന കിതാബാണ്. ഏത് പുസ്തകത്തെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? തഹ്രീറു അഹ്ലിൽ ഈമാൻ ആണോ, തുഹ്ഫത്തുൽ മുജാഹിദീന്റേതാണോ, റസായിലു ശരിയയുടേതാണോ, ഫതഹുൽ മുബീന്റേതാണോ? അതിലാ ബുർത്തുഗാലിയുടെ കാണുമ്പോ ചിലപ്പോ ആൻസർ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചാലിയം കോട്ട വിജയിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതിലാണ്? ബി ആണോ? ഹസീന പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഫതഹുൽ മുബീൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഫതഹുൽ മുബീൻ ആരെഴുതിയതാണ്? ആരുടെ രചനയാണ് ഫതഹുൽ മുബീൻ? ഫതഹുൽ മുബീൻ ഖാലി മുഹമ്മദിന്റേതാണ് കേട്ടോ. ഖാലി മുഹമ്മദിന്റേതാണ് ഫതഹുൽ മുബീൻ. യെസ്, വെരി ഗുഡ് മുഹ്സിന ഹുസൈൻ. ഖാലി മുഹമ്മദ് ആണ് കേട്ടോ. യെസ്. അപ്പോ ഈ ഫസ്റ്റത്തെ തഹ്രീറു അഹ്ലിൽ ഈമാൻ അലാ ജിഹാദി അബ്ദി സുൽബാൻ അതാരുടേതാ? ആദ്യം കൊടുത്ത ഓപ്ഷനിലുള്ള പുസ്തകം ആരെഴുതിയതാ? ആരെഴുതിയതാണ് തഹ്രീറു അഹ്ലിൽ ഈമാൻ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. തഹ്രീറു അഹ്ലിൽ ഈമാൻ ആരുടേതാണ്? സൈനുദ്ദീൻ മഖ്ദൂം കബീർ. ഫസ്റ്റത്തെ സൈനുദ്ദീൻ മഖ്ദൂമിന്റേതാണ് തഹ്രീറു അഹ്ലിൽ ഈമാൻ. പിന്നെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ആ ഓപ്ഷൻ ബിയിൽ കിടക്കുന്നത്, തുഹ്ഫത്തുൽ മുജാഹിദീൻ. നമുക്കറിയാം, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ നമ്മളും ഡിസ്കസ് ചെയ്തിട്ടുള്ള പുസ്തകം തന്നെയാണ്. സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീറിന്റേതാണ് കേട്ടോ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. അതെന്താണ്? അതൊരു തുഹ്ഫയായിട്ട്, ഒരു ഗിഫ്റ്റ് ആയിട്ട് അലി ആദിൽ ഷാക്ക് കൊടുക്കുന്നതാണ്. ഇത് മിക്കവാറും ചോദിക്കാറുണ്ട്, ഇത് പല ടൈപ്പില് കേട്ടാ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തതിൽ നിന്ന് എന്താണ് സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീറിന്റെ പുസ്തകങ്ങള് തിരഞ്ഞെടുക്കാൻ? റവാഇഉൽ ഇഖ്ബാൽ, ഖിറാഅത്തുർ റാഷിദ, റബ്ബാനിയ ലാ റഹ്ബാനിയ, ഇഹ്കാമു അഹ്കാമിൻ നിക്കാഹ്, ഫതാവ അൽ ഹിന്ദിയ, ഇർഷാദുൽ ഇബാദ്. ഓപ്ഷൻ സി ഫതഹുൽ മുബീൻ, അഹ്കാമുൽ ഖുർആൻ, ഈളാഹ്, തഅമ്മുലാത്ത് ഫിൽ ഖുർആൻ, റിസാലത്തുൽ തൗഹീദ്, ജന്നത്ത് വന്നാർ. ആരുടേതാണെന്ന് ശ്രദ്ധിക്കുക. മഖ്ദൂം അസ്സഗീറിന്റേതാണ്. മഖ്ദൂം അസ്സഗീറിന്റേതാണ്. യെസ്, വെരി ഗുഡ് ആസിഫ അജ്മൽ. ഓപ്ഷൻ ബി ആണ്. ഇഹ്കാമു അഹ്കാമു നിക്കാഹ്, ഫതാവ അൽ ഹിന്ദിയ, ഇർഷാദുൽ ഇബാദ് ഒക്കെയാണ്. ഇതില് ഫസ്റ്റത്തെ ഗ്രൂപ്പ് റവാഇഉൽ ഇഖ്ബാൽ, ഖിറാഅത്തുർ റാഷിദ, റബ്ബാനിയ ലാ റഹ്ബാനിയ ഒക്കെ അബുൽ ഹസൻ അലി ഹസൻ നദ്വിയുടേതാണ്. അതുപോലെ തന്നെ
ഫതഹുൽ മുബീൻ ഒക്കെ വരുന്ന ആ ഒരു ഗ്രൂപ്പ് ആരുടേതാണ്? അത് ഖാലി മുഹമ്മദിന്റേതുമാണ് കേട്ടാ. തഅമ്മുലാത്ത് ഫിൽ ഖുർആനും ഒക്കെ അബുൽ ഹസൻ അലി നദ്വിയുടേതാണ്. ഒറ്റയടിക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട്, എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, എല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അൽ കിതാബുല്ലദീ യതനാവലു സീറുൽ അഅലാം അല്ലദീന ഖാദു ഹർകത്ത് ദഅവ അൽ ഇസ്ലാമിയ അൽ ഇസ്ലാഹിയ വന്നഹ്ല അൽ അൽമിയ ബിളിയാഇ നാസിഅത്തുൻ മിനൽ ആതിയ. താഴെ കൊടുത്ത എന്താണ് ആ പുസ്തകം കൈകാര്യം ചെയ്യുന്നത്? ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസിന്റെ സീറാണ് അഥവാ ബയോഗ്രഫികളാണ്. അവരെങ്ങനെയുള്ള ഫേമസ് പേഴ്സണാലിറ്റീസ്? അല്ലദീന ഖാദു ഹർകത്ത് ദഅവ അൽ ഇസ്ലാമിയ വൽ ഇസ്ലാഹിയ വന്നഹ്ല, ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആ ഒരു ഹർക്കത്ത്, ആ ഒരു എന്താണ് നവോത്ഥാന പ്രസ്ഥാനമൊക്കെ മുൻപോട്ട് കൊണ്ടുവന്ന ആളുകളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പുസ്തകമാണ്. അത് ഏതാണ് എന്നാണ്. മാദാ ഹസ്റൽ ആലം ബിൻഹിതാത്തുൽ മുസ്ലിമീൻ, തുഹ്ഫത്തുൽ മുജാഹിദീൻ, റിജാലുൽ ഫിക്രി വദ്ദഅവ, ദി സീറുൽ അഅലാം മിൻ നുബലാ. ഏതാണ്? ബി ആണോ? തുഹ്ഫത്തുൽ മുജാഹിദീൻ ആണോ? അല്ലല്ലോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റിജാലുൽ ഫിക്ർ വദ്ദഅവയാണ്. അത് ആരെഴുതിയതാണ്? അബുൽ ഹസൻ അലി ഹസൻ അന്നദ്വി ആണ് കേട്ടാ. അബുൽ ഹസൻ അലി ഹസൻ അന്നദ്വിയുടേതാണ് റിജാലുൽ ഫിക്രി വദ്ദഅവ. ഇനി ആദ്യം കൊടുത്ത ഓപ്ഷൻ മാദാ ഹസ്റൽ ആലം ബിൻഹിതാത്തുൽ മുസ്ലിമീൻ ആരുടേതാണ്? അബുൽ ഹസൻ അലി ഹസൻ നദ്വിയുടേതാണ് കേട്ടാ. ഓപ്ഷൻ ബി തുഹ്ഫത്തുൽ മുജാഹിദീൻ ആരുടേതാണ്? സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീറിന്റേതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കിതാബുൻ യതനാവലു ബി തർജുമതി 4500 മിൻ ആലാമിൽ ഹിന്ദ്. ഇതും നേരത്തെ പറഞ്ഞതുപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ 40,000 40,000 അതുപോലെ അത്രയും 500ഓളം ആളുകളുടെ 40,500 ആളുകളുടെ ഓളം എന്താണ് ചരിത്രങ്ങള് കൈകാര്യം ചെയ്യുന്ന പുസ്തകം. റിജാലുൽ ഫിക്രി വദ്ദഅവ, റിജാൽ മിനത് താരീഖ്, അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, നുസ്ഹത്തുൽ ഹവാതിർ. യെസ്, വെരി ഗുഡ്. ആസിഫ അജ്മൽ പറഞ്ഞു നുസ്ഹത്തുൽ ഹവാതിർ ആണ് കറക്റ്റ് ആൻസർ. ആരെഴുതിയതാണ്? നമ്മുടെ അബുൽ ഹസൻ അലി ഹസൻ നദ്വിയുടെ പിതാവായ അബ്ദുൽ ഹയ്യുൽ ഹുസ്നിയുടേതാണ് നുസ്ഹത്തുൽ ഹവാതിർ. അടുത്ത ചോദ്യം. അലാ റിയാസത്തി മൻ അൻഷഅൽ ഉസ്ബത്തുൽ ഉന്ദുലൂസിയ. ആരുടെ നേതൃത്വത്തിലാണ് ഉസ്ബത്തുൽ ഉന്ദുലൂസിയ സ്ഥാപിക്കുന്നത്? ഇല്യാസ് ഫർഹാദ്, റിയാദ് മാലൂഫ്, തൗഫീഖ് ലവൂദ്, മീഷാൽ മാലൂഫ്. വെരി ഗുഡ് ഹസീന. മീഷാൽ മാലൂഫ് ആണ് കറക്റ്റ് ആൻസർ. ഇനി സ്ഥാപിച്ച വർഷം, ഉസ്ബത്തുൽ ഉന്ദുലൂസിയ സ്ഥാപിച്ച വർഷം ഏതാണ്? ഡി ആണ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു. സ്ഥാപിച്ച വർഷം സ്ഥാപിച്ച വർഷം പറഞ്ഞോളൂ. സ്ഥാപിച്ച വർഷം 1933 അല്ലെ? 1933 ആണ് സ്ഥാപിച്ച വർഷം. പിന്നെ മീഷാൽ മാലൂഫ് ആണെന്ന് പറഞ്ഞു. മിഹ്ജർ അൽ ജുനൂബി ആണ് കേട്ടാ. മിഹ്ജർ അൽ ജുനൂബിയിലെ ആളുകളാണ് ഉസ്ബത്തുൽ ഉന്ദുലൂസിയ സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തുർക്കു തദ്രീസ് മുബാഷിർ അതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അൽ ഇഅലാമി ഇതില് ഏറ്റവും കറക്റ്റ് ആയതിനെ തിരഞ്ഞെടുക്കാനാണ്. അൽ ഇഅലാമുൽ വസ്ഫി വശറഹി അർളുൽ ബയാനാതി വന്നമൂദജി വതദ്രീബ് മുറാഖിബത്തുൽ മുമാരിസ വതദഖുൽ നശത്. ഇഅലാമി വൽ വസ്ഫി വശറഹി എന്നാണ് വിവരിച്ച്, നന്നായിട്ട് വിവരിച്ചൊക്കെ പറയല്, വസ്ഫ് ചെയ്തിട്ടൊക്കെ. അതുപോലെ അർളുൽ ബയാനാത്ത് വിശദീകരണവും ഉദാഹരണങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട്. മുറാഖബത്തുൽ മുമാരിസ എന്താണ്?
പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ട്. ഏതാണ് അസ്വഹായിട്ടുള്ളത്? ഏറ്റവും കറക്റ്റ് ആയത് ഏതാണ്? യെസ്, വെരി ഗുഡ്, ഓപ്ഷൻ ഡി ആണ്. എല്ലാം തന്നെ കറക്റ്റ് ആണ്. ആ ബാത്ത 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, മിൻ തജ്ഹീസാത്തി ദിറാസ, പഠന ഉപകരണത്തില് പെട്ടത്. അദവാത്തുൽ വസായിലി സംഇ അൽ ബസരിയ, ഇൽഖാഉൽ മുഹാവറ, ലായിഹാത്തുൽ അറബ്. ഏതാണ്? ആ ഫഖത്ത്, ആൻഡ് ത ഫഖത്ത്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടാ. ഫസ്റ്റും ലാസ്റ്റും ആണ്. എന്നാ നടുക്കുള്ള ഇൽഖാഉൽ മുഹാദറ ഒരു പഠന ഉപകരണമല്ല, മറിച്ച് മറ്റേത് ടൂൾസിൽ പെട്ടതാണ്. വസായിലു സംഉൽ ബസരിയയും ലായിഹാത്തുൽ അർളും ഒക്കെ ടൂൾസിൽ പെട്ടതാണ്. അടുത്ത ചോദ്യം, ലൈസ മിൻ അറാദി ദിറാസത്തിൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിലെ പെടാത്തത്. അദാഉൽ അഅമാലുൽ ഇബ്ദാഇയ അൻ ത്വരീഖിൽ ലുഗത്തുൽ അറബിയ, ഇക്തിസാബുൽ മിഖ്ദറ അലാ തദൂഖിൽ അദബിൽ അറബി, ഇക്തിസാബു മിൽകത്ത് തർജുമ ഇല ലുഗത്തിൽ ഉമ്മി വബിൽ അക്സി കുല്ലുൻ സ്വഹീഹ്. എന്താണ് അർത്ഥം? ഞാൻ പറയണ്ടല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, അതാണ് മീനിങ്സ് പറയാനത്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരാ? അദാഉൽ അഅമാലുൽ ഇബ്ദാഇയ. യെസ്, പറഞ്ഞു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കുല്ലുൻ സ്വഹീഹ്. മേലെ കൊടുത്ത എല്ലാ സ്റ്റേറ്റ്മെന്റ്സും അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. ലൈസ മിനൻ നശാത്വാത്തുൽ ലുഗവിയ, ഭാഷ ആക്ടിവിറ്റി അല്ലെങ്കിൽ ലാംഗ്വേജ് ആക്ടിവിറ്റിയിലെ പെടാത്തത്. ഇദാത്തുൽ മദ്രസിയ, നാദ, അൽ ലുഗത്തുൽ അറബിയ, റസ്മുൽ ഹറായത്ത്, അസ്വിഹാഫത്ത് വ തഹ്രീർ. ഏതാണ് ഒരു ലാംഗ്വേജ് ആക്ടിവിറ്റിയിൽ പെടാത്തത്? ഇദാത്തുൽ മദ്രസിയ, സ്കൂൾ റേഡിയോ, നാദ അൽ ലുഗത്തുൽ അറബിയ, അറബിക് ലാംഗ്വേജ് ക്ലബ്ബ്, റസ്മുൽ ഹറായത്ത്, മാപ്പ് ഡ്രോയിങ്, അസ്വിഹാഫ വ തഹ്രീർ, ജേർണലിംഗ് ആൻഡ് എഡിറ്റിംഗ്. സി ആണ് കേട്ടോ. സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. റസ്മുൽ ഹറായിത്ത് ആണ് കറക്റ്റ് ആൻസർ. എന്ന് വെച്ചാൽ അത് മാപ്പ് വരയ്ക്കൽ ഒരിക്കലും ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ ആക്ടിവിറ്റി അല്ല അല്ലെ. അപ്പോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മിൻ മുമയ്യിസാത്തി തഅല്ലും അത്തശാറുഖി, കോപ്പറേറ്റീവ് ലേണിംഗിന്റെ പ്രത്യേകതയിലെ പെട്ടത്. ബഖാഉ തുല്ലാബ് ഫി ഹാലത്തി ഇന്തിബാഹ് വ തർക്കീസ്, തഅഹീലു തുല്ലാബ് ലിൽ മുനാഖശാത്തി സ്വഫിയ, വഅയു തുല്ലാബ് ബിവുജൂദി ഫുറൂഖാത്ത് ഫി തഫ്കീർ ബൈനഹും. ഏതാണ് കറക്റ്റ് ആൻസർ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണോ അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ? ആദ്യത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണോ? യെസ്, അമീന ഷെഫീഖ് പറഞ്ഞതുപോലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ജമിയ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഇവിടെ കൊടുത്തതിൽ കോപ്പറേറ്റീവ് ലേണിംഗ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യാ, നല്ല രീതിയിൽ റിവൈസ് ചെയ്യാ. കഴിഞ്ഞു പോയ എക്സാമുകളുടെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് തന്നെ എക്സാമിന് പോവാ. മിക്കവാറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. അപ്പോ ഞാൻ നിർത്താം. അപ്പോ അത്രയേ ഉള്ളൂ. ശരി എന്നാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.